ഗൾഫിൽ ലേബറായിട്ട് 2 വർഷം വർക്ക് ചെയ്യുന്ന പ്രശാന്ത് ഇതുവരെ 2 വർഷമായിട്ട് തൻ്റെ വൈഫിനെ കാണുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേയധികം വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഭാര്യയും അമ്മയും കാണണമെന്നുള്ളത്. എന്തായാലും പ്രശാന്ത് തീരുമാനിക്കുന്നു, സർപ്രൈസായിട്ട് അവരെ പോയി കാണാം, അവർക്കൊരു സർപ്രൈസ് കൊടുക്കാം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുന്നു. എന്തായാലും അതിനു വേണ്ടി ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്നു. തെലങ്കാനയിലെ നിസാമാബാദ് എന്ന് പറഞ്ഞ തൻ്റെ ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടു. ഭാര്യ അറിയാതെ ചെന്ന് സർപ്രൈസ് ചെയ്യാം, അതിനുശേഷം അമ്മയും സർപ്രൈസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ നാട്ടിലേക്ക് പോവാണ്. അമ്മയും ഭാര്യയും ഒരുമിച്ചല്ല താമസിക്കുന്നത്, രണ്ടുപേരും രണ്ടിടത്തായിട്ടാണ് താമസിക്കുന്നത്. അമ്മയുണ്ടെങ്കിൽ തറവാട്ട് വീട്ടിലാണ് താമസിക്കുന്നത്. വൈഫാണെങ്കിൽ കുറച്ച് മാറി ഒരു വീട്ടിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വൈഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യണം അവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. അപ്പോൾ അതിൻ്റെ ഹോസ്പിറ്റലിന് അടുത്തായിട്ട് ഒരു വീട് റെൻ്റ് എടുത്താൽ കുറച്ചും കൂടി പോയിട്ട് വരാൻ ഈസിയാണ്. അതുകൊണ്ട് തന്നെ അവിടെയാണ് വൈഫ് നിൽക്കുന്നത്. എന്തായാലും ആദ്യമേ വൈഫിനെ പോയി സർപ്രൈസ് ചെയ്യിപ്പിച്ചതിന് ശേഷം അത് കഴിഞ്ഞിട്ട് അമ്മയെ പോയി കാണാം എന്നുള്ള രീതിയിൽ പ്ലാൻ ഇടുന്നുണ്ട്. വൈഫ് ഉണ്ടെങ്കിൽ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്കൊക്കെ വരുന്നു. ആ സമയത്താണ് ഭർത്താവിനെ കാണുന്നത്. കണ്ടതും ഭയങ്കരമായിട്ട് ഷോക്കാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പിയായും ഈ ഒരു വൈഫ്. കാരണം ഇത്ര 2 വർഷത്തോളം തൻ്റെ ഭർത്താവിനെ കണ്ടിട്ടില്ലായിരുന്നു. എന്തായാലും ആ ഒരു മൊമെൻറ്റ് വൈഫിന് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നു. അവരവരുടെ സ്നേഹപ്രകടനമൊക്കെ നടത്തുന്നു. അതിനുശേഷം വീട്ടിലേക്ക് കയറിപ്പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 1-2 ദിവസം ആ ഒരു വീട്ടിൽ തന്നെ രണ്ടുപേരും അവർ താമസിച്ച് അവരെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ആ ഒരു സമയത്ത് തൻ്റെ അമ്മയെ വിളിച്ച് കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ 2 ദിവസം ഇവിടെ താമസിക്കാം, അതിന് ശേഷം ഉണ്ടെങ്കിൽ നേരെ അമ്മയെ പോയി കാണാമെന്നുള്ള രീതിയിൽ പ്ലാനും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം തൻ്റെ നാട്ടിലുള്ള ഒരു ഫ്രണ്ട് വെങ്കട് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശാന്തിനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു പ്രശാന്ത് വിദേശത്താണ്, ഗൾഫിലാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്തായാലും പ്രശാന്ത് ഉണ്ടെങ്കിൽ വെങ്കടിൻ്റെ അടുത്ത് സത്യം പറയാൻ തീരുമാനിച്ചു. ഞാനുണ്ടെങ്കിൽ നാട്ടിലാണുള്ളത്, അല്ലാതെ ഗൾഫിലല്ല എന്നുള്ള രീതിയിൽ. ആ സമയത്ത് വെങ്കട് പറഞ്ഞൊരു കാര്യം, കുപ്പി വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ, അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടെങ്കിൽ ഇന്നൊന്ന് കൂടാം എന്നുള്ള രീതിയിൽ പ്രശാന്തിൻ്റെ അടുത്ത് പറയുന്നു. പ്രശാന്ത് ആണെങ്കിൽ നാട്ടിലേക്ക് വന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നീ പെട്ടെന്ന് വാ, നമുക്കിന്ന് ഇവിടെ നിന്ന് ആഘോഷിക്കുക എന്നുള്ള രീതിയിൽ രണ്ടുപേരും പ്ലാൻ ചെയ്യുന്നു. വെങ്കട് എന്തായാലും വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. വന്ന സമയത്ത് ഈ ഒരു വീടെന്ന് പറയുമ്പോൾ 3 നില കെട്ടിടം പോലെയാണ്. അപ്പോഴത്തേന് താഴെയാണ് ഈ ഒരു പ്രശാന്തും വൈഫ് സന്ധ്യയും താമസിക്കുന്നത്. എന്തായാലും പ്രശാന്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വെങ്കടിനെ കണ്ട സമയത്ത് പറയുന്നുണ്ട്, നമുക്ക് വീടിനകത്തിരുന്ന് കുടിക്കണ്ട, നമുക്ക് മേളിൽ ടെറസിൽ പോയിരുന്ന് കുടിക്കാം, ഇല്ലെങ്കിൽ വൈഫിന് അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നമുക്ക് പോയി കുടിക്കാം എന്നൊക്കെയുള്ള പ്ലാൻ ഇട്ടിട്ട് ഇവർ ടെറസിൻ്റെ മണ്ടയിൽ പോയിരുന്ന് മദ്യപിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് മദ്യപാനമൊക്കെ ചെയ്ത് രണ്ടുപേരും. എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം അവർ എണീറ്റ് നിന്ന് സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും ഭയങ്കര ലെക്ക് കെട്ടായിരുന്നു രണ്ടുപേരും ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു പ്രശാന്ത് ഉണ്ടെങ്കിൽ കാല് സ്ലിപ്പായിട്ട് ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ്. ഇത് വെങ്കടിന് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. ഇത്രയും നേരം ഇവിടെ നിന്ന് സംസാരിച്ച ആൾ പെട്ടെന്ന് താഴെ വീണത് കണ്ടതും ഭയങ്കരമായിട്ട് പാനിക്കായിട്ട് ഈ ഒരു വെങ്കട് ഓടി താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് നോക്കുമ്പോഴത്തേന് പ്രശാന്ത് ഭയങ്കരമായിട്ട് ബ്ലഡൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കി. ഈ ഒരു സമയത്ത് സന്ധ്യ ഉണ്ടെങ്കിൽ താഴെ ആ റൂമിൽ നിന്ന്, വീട്ടിൻ്റെ ആ ഒരു കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നോക്കിയപ്പം ഭർത്താവ് ഇങ്ങനെ നിലത്ത് ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്. ഭയങ്കരമായിട്ട് നിലവിളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തുള്ള എല്ലാ നാട്ടുകാരും ഓടിക്കൂടി ഈ ഒരു പ്രശാന്തിനെ ഉണ്ടെങ്കിൽ നേരെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ആശുപത്രി എന്ന് പറയുന്നത് ഈ സന്ധ്യ തന്നെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആശുപത്രിയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡോക്ടേഴ്സിനെല്ലാം സന്ധ്യ അറിയാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ സന്ധ്യയ്ക്ക് പേടിക്കേണ്ട. എന്തായാലും ഡോക്ടേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സ് എല്ലാം സന്ധ്യ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഭയങ്കരമായിട്ട് എന്തുവരെ സംഭവിക്കാവുന്നതായിരുന്നു, പക്ഷേ ഭാഗ്യം കൊണ്ട് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്നുള്ള രീതിയിൽ പറഞ്ഞ് എന്നിട്ട് സന്ധ്യയെ ഭയങ്കരമായിട്ട് കാമാവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ചികിത്സയൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു. പ്രശാന്ത് ഉണ്ടെങ്കിൽ പതുക്കെ റെഡിയായി വരുമായിരുന്നു. എന്തായാലും ഒരു ദിവസം മാത്രമാണ് ആ ഒരു ഹോസ്പിറ്റലിൽ പ്രശാന്ത് കടന്നിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം തന്നെ ഈ ഒരു സന്ധ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പ്രശാന്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോകും, അവിടെ ചെന്ന് ഞാൻ തന്നെ പ്രശാന്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് സന്ധ്യ അങ്ങനെ പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലായതുകൊണ്ട് തന്നെ ചിലവ് ഭയങ്കരമായിട്ട് കൂടും. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഒരു നല്ല രീതിയിൽ തന്നെ പ്രശാന്ത് വന്നതുകൊണ്ട് തന്നെ എന്തായാലും കാര്യങ്ങളെല്ലാം നോക്കാം എന്നുള്ള രീതിയിൽ പ്ലാൻ ഇടുകയും വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടേഴ്സും അത് കുഴപ്പമില്ല, കാരണം ഈ ഒരു സന്ധ്യയ്ക്കെല്ലാം അറിയാമല്ലോ എന്നുള്ള രീതിയിൽ
വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന് വീട്ടിൽ കൊണ്ടുചെന്ന് ബെഡിലൊക്കെ കിടത്തി എല്ലാ കാര്യങ്ങളും സന്ധ്യ തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇഞ്ചക്ഷനും കാര്യങ്ങളും എല്ലാം എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്തത് ഈ ഒരു സന്ധ്യ തന്നെയായിരുന്നു. എല്ലാ മരുന്നുകളും കൊടുക്കുന്നുണ്ട്, ഇഞ്ചക്ഷനൊക്കെ IV ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ചെയ്യുന്നത് സന്ധ്യ ഒറ്റയ്ക്കായിരുന്നു. പ്രശാന്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. പ്രശാന്തിൻ്റെ കട്ടിലിൻ്റെ അടുത്ത് തന്നെ ഒരു കസേരയിട്ട് അവിടെ തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും അന്നത്തെ ദിവസം എല്ലാം ഇതേ കണക്ക് ചെയ്തു. രാത്രിയിലുണ്ടെങ്കിൽ പ്രശാന്ത് ഈ ഒരു മരുന്നൊക്കെ കൊടുത്തിട്ട് ആ ഒരു ചെയറിലിരുന്നിട്ട് സന്ധ്യ ഉറങ്ങുമായിരുന്നു. പെട്ടെന്നൊരു സൗണ്ട് കേട്ടിട്ട് സന്ധ്യ ഉണ്ടെങ്കിൽ കണ്ണു തുറന്ന് ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ കാണാം ഈ ഒരു പ്രശാന്ത് കട്ടിലിൽ നിന്ന് താഴെ വീണ് കിടക്കുന്നതാണ് കാണാൻ സാധിച്ചത്. ഭയങ്കരമായിട്ട് ഷോക്കായി. എന്താണ് പറ്റിയെന്ന് മനസ്സിലായില്ല. ഈ സന്ധ്യ ചെന്നിട്ട് പ്രശാന്തിനെ നോക്കിയ സമയത്ത് വായിൽ നിന്നൊക്കെ പതയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സന്ധ്യ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിലവിളിച്ച് നാട്ടുകാരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ ഈ ഒരു നാട്ടുകാർ ഓടി വന്ന് ഈ ഒരു പ്രശാന്തിനെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ഡോക്ടേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുന്നു, എന്താണ് സംഭവം എന്ന് നോക്കാൻ വേണ്ടി. ആ ഒരു സമയത്തിനുള്ളിൽ പ്രശാന്ത് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു സന്ധ്യ എടുത്ത് പറഞ്ഞു, പ്രശാന്ത് ഇനി ജീവനോടില്ല എന്നുള്ള രീതിയിൽ. ഇത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ ഈ ഒരു സന്ധ്യയ്ക്ക് പാടായിരുന്നു. ഇതൊട്ടും തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഉണ്ടെങ്കിൽ പ്രശാന്തിൻ്റെ ശരീരം ഉണ്ടെങ്കിൽ വീട്ടിലേക്ക്, ആ ഒരു വാടക വീട്ടിലേക്ക് കൊണ്ടു ചെല്ലുന്നുണ്ടായിരുന്നു. അവിടെ കർമ്മവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിന് മുമ്പാണ് ഈ ഒരു സന്ധ്യ അമ്മയെ വിളിച്ച് പ്രശാന്ത് മരണപ്പെട്ടു എന്നുള്ളൊരു കാര്യം പറയുന്നത്. അമ്മയ്ക്ക് അറിയത്തുപോലുമില്ല നാട്ടിൽ വന്ന കാര്യം. ഇതും കൂടെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി അമ്മയുണ്ടെങ്കിൽ നേരെ ഈ ഒരു വീട്ടിലേക്ക്, ഈ ഒരു ചടങ്ങ് നടക്കുന്ന വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് നേരെ പോയിട്ടുണ്ടായിരുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് എൻ്റെ മോൻ മരണപ്പെട്ടതിൽ എനിക്ക് ഡൗട്ടുണ്ട്, നിങ്ങളുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇപ്പം തന്നെ വരണം. ഇപ്പം ചടങ്ങും കാര്യങ്ങളൊക്കെ നടത്തി അവനെ അടക്കാൻ പോവുകയാണ്. അത് സമ്മതിക്കരുത്. അവൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം. അതിനു വേണ്ടി നിങ്ങൾ എൻ്റെ കൂടെ വന്ന് ആ ഒരു ചടങ്ങ് നടത്തണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ട പോലീസ് കുറച്ച് ഷോക്കായിട്ടുണ്ടായിരുന്നു. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിൽ പോലീസ് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, എന്താണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു പ്രശാന്തിൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യം, എൻ്റെ മോൻ നാട്ടിൽ വന്ന കാര്യം പോലും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇവൻ കെട്ടിടത്തിൽ നിന്ന് താഴെ വീണു. അതും എൻ്റെ അടുത്ത് എൻ്റെ മരുമോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ മരണപ്പെട്ട കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നാട്ടുകാരൊക്കെ അറിഞ്ഞു. എന്നിട്ട് പോലും ഞാൻ നാട്ടുകാരുടെ അടുത്തു നിന്നാണ് ഇവൻ ഈ ഒരു കെട്ടിടത്തിൽ നിന്ന് വീണ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ ഡൗട്ടുണ്ടോയെന്ന് എനിക്കൊന്ന് പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്ത് എല്ലാം ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അവൻ്റെ കർമ്മങ്ങൾ നടത്താൻ പാടുള്ളൂ. അതിന് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണമെന്നുള്ള രീതിയിൽ പോലീസിൻ്റെ അടുത്ത് ഈ ഒരു അമ്മ പറയുന്നുണ്ടായിരുന്നു. അമ്മ പറഞ്ഞ കാര്യങ്ങൾ പോലീസിന് എന്തോ ഒരു ശരിയായിട്ട് തോന്നി. പോലീസ് നേരെ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നു. ചടങ്ങ് നടത്താനൊന്നും പറ്റത്തില്ല, പോസ്റ്റ്മോർട്ടം നടത്തണം, എന്നിട്ട് ചടങ്ങും കാര്യങ്ങളും നടത്താമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എല്ലാവരും അതിന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുണ്ടെങ്കിൽ സന്ധ്യയെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു അമ്മ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് പോലീസ് ഈ ഒരു സന്ധ്യ അടുത്ത് ചോദിച്ചത്, എന്തുകൊണ്ട് അമ്മയടുത്ത് കാര്യങ്ങൾ പറഞ്ഞില്ല എന്നുള്ളൊരു കാര്യം. അതിന് സന്ധ്യ മറുപടിയായിട്ട് പറഞ്ഞൊരു കാര്യം, ആ ഒരു സിറ്റുവേഷൻ എൻ്റെ ഭർത്താവിന് അങ്ങനെ ഒരു അപകടം നടക്കുന്നു, അതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളിലെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുമായിരുന്നു. എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനൊരു സമയമില്ലായിരുന്നു. ഭർത്താവിൻ്റെ കാര്യം നോക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഞാനപ്പം ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് അമ്മയെ വിളിച്ച് പറയാൻ ഞാൻ മറന്നു പോയതാണ്, ആ ഒരു ടെൻഷൻ കൊണ്ട്. അല്ലാതെ ഒരിക്കലും മറച്ചു വെക്കണം എന്നുള്ള രീതിയിലൊന്നും വിചാരിച്ചിട്ടല്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു സന്ധ്യ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ പോലീസ് ഈ ഒരു സന്ധ്യയുടെ ഫോൺ കോളും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് 2 നമ്പറിലേക്ക് സന്ധ്യ പലതവണയായിട്ട് കോൾ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരു നമ്പർ എന്ന് പറയുന്നത് വെങ്കട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു വെങ്കടാണ് ഈ ഒരു പ്രശാന്തിൻ്റെ കൂടെ ടെറസിൽ പോയി മദ്യപിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും പോലീസിന് എന്തോ ഒരു ഡൗട്ടും കാര്യങ്ങളും തോന്നുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ശരീരത്തിലേക്ക് എന്തോ കെമിക്കൽ ചെന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സമയത്തുണ്ടെങ്കിൽ പോലീസ് ഈ ഒരു വെങ്കടിനെ വിളിച്ചു വരുത്തി എന്നിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പോലീസ് ഒരു ട്രിക്കും കൂടി ഉപയോഗിച്ചു. ഈ ഒരു പോലീസ് വെങ്കടിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, സന്ധ്യ ഞങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നെ വിളിച്ച് സംസാരിച്ച കാര്യങ്ങളൊക്കെ, ഇനി നീ സത്യം മറച്ചു വെക്കാൻ നോക്കണ്ട എന്നുള്ള രീതിയിൽ
പോലീസ് ഉണ്ടെങ്കിൽ വെങ്കടിൻ്റെ അടുത്ത് പറഞ്ഞു. ഇത് കേട്ടത് വെങ്കട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ട് അവസാനം സമ്മതിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനാണ് പ്രശാന്തിനെ തള്ളി താഴേക്കിട്ടത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ് കാരണം എന്നുള്ള രീതിയിൽ പറയുന്നതിന് മുമ്പായിട്ട് ഈ ഒരു പ്രശാന്തിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞൊരു കാര്യം, തള്ളി താഴെയൊക്കെ ഇട്ടതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ അനിലിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്നുള്ളൊരു കാര്യം കൂടിയായിരുന്നു വെങ്കട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു സന്ധ്യ രണ്ടാമത് കോൾ ചെയ്ത ഒരു വ്യക്തി ആ ഒരു അനിലാണ്. എന്തായാലും പോലീസിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ ഒരു 3 പേരെയും ഈ ഒരു പോലീസ് ഉണ്ടെങ്കിൽ വിളിച്ചു വരുത്തിയതിന് ശേഷം ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഈ ഒരു ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി ഒരു സന്ധ്യ പ്ലാൻ ഇട്ട്, എന്താണ് ഇവർക്കിടയിൽ എന്താണ് ബന്ധം എന്നുള്ളത് അറിയാൻ വേണ്ടി പോലീസ് തീരുമാനിക്കുന്നുണ്ട്. പോലീസ് അവരെ വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചെയ്യാനും തുടങ്ങി. അവർ സത്യങ്ങൾ ഓരോന്നായിട്ട് പറയാനും തുടങ്ങി. എന്തിനാണ് പ്രശാന്തിനെ കൊല്ലാൻ ഭാര്യ സന്ധ്യ തീരുമാനിച്ചത് എന്നുള്ളൊരു കാര്യം പറഞ്ഞു തുടങ്ങുന്നത് 2020 ഈ ഒരു പ്രശാന്തും സന്ധ്യയും കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ ഇവർ തീരുമാനിക്കുന്നു വീട്ടിൽ നിന്ന് മാറി ഈ ഒരു സന്ധ്യ ജോലി ചെയ്യുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു റെൻറ്റിനൊരു വാടകയ്ക്ക് വീടെടുത്തിട്ട് അവിടെ താമസിക്കാം, പോയി വരാൻ ഈസി ആണല്ലോ എന്നുള്ളത് കൊണ്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ഈ ഒരു പ്രശാന്തും അതുപോലെ തന്നെ ഈ ഒരു സന്ധ്യ അങ്ങോട്ട് മാറി താമസിക്കുന്നു. അമ്മയ്ക്ക് അതിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അതാണ് എളുപ്പം അമ്മയ്ക്ക് മനസ്സിലായി. അതിനുശേഷം 2 വർഷത്തോളമൊക്കെ അവിടെ ഒരുമിച്ച് നല്ല രീതിയിലൊക്കെയാണ് ജീവിക്കുന്നത്. അതിന് ശേഷമൊക്കെയാണ് 2-3 വർഷം അവിടെ നല്ല രീതിയിൽ ജീവിച്ചതിന് ശേഷം അതിനുശേഷമാണ് ഈ ഒരു പ്രശാന്തിനുണ്ടെങ്കിൽ വിദേശത്ത് ഗൾഫിലൊരു ലേബറായിട്ട് ജോലി കിട്ടുന്നത്. നല്ല പൈസയൊക്കെ കിട്ടുമല്ലോ, ജീവിതം കുറച്ചും കൂടെ മെച്ചപ്പെടുമല്ലോ എന്നുള്ള തീരുമാനമൊക്കെ മനസ്സിലായിട്ട് അവർ ഈ ഒരു പ്രശാന്ത് തീരുമാനിക്കുന്നു വിദേശത്തേക്ക് ഗൾഫിലേക്ക് പോകാമെന്നുള്ളത്. സന്ധ്യയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു പ്രശാന്ത് പോയതൊക്കെ. കാരണം ഇത്ര നാൾ ഒരുമിച്ചുണ്ടായിട്ട് പെട്ടെന്ന് ഇനി ആരും സംസാരിക്കാനില്ല എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. എന്തായാലും ആ ഒരു പൈസയൊക്കെ കിട്ടുമല്ലോ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ പ്രശാന്ത് വിദേശത്തേക്ക് പോയി. ആദ്യമേയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിന് ശേഷമാണ് ഇതേ കണക്ക് ഈ ഒരു സന്ധ്യ വർക്ക് ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ഈ ഒരു അനിൽ ജോലിക്ക് വരുന്നത്. ആദ്യമേ നല്ല രീതിയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ കാര്യങ്ങളെല്ലാം സംസാരിക്കുക, ഒരു നല്ലൊരു ഫ്രണ്ടാണ്. അതിന് ശേഷമൊക്കെ വീട്ടിലൊക്കെ ചെന്നതിന് ശേഷം ഇതേ കണക്ക് ഫോൺ വിളിയൊക്കെ കാര്യങ്ങൾ പയ്യെ കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതൊരു കുറച്ചും കൂടി മേലിലേക്ക് ഈ ഒരു ബന്ധം പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശാരീരിക ബന്ധം അടക്കം ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ. ആ ഒരു സമയത്ത് ഇവർ നടത്തുന്ന സമയത്തെല്ലാം തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുമെങ്കിൽ പോലും മറ്റൊരു രീതിയിൽ ഒരു കല്യാണം കഴിക്കുക, അങ്ങനത്തുള്ള ഒരുമിച്ച് ജീവിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഇത് പല പ്രാവശ്യം ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് നല്ല ഒരടുപ്പം തോന്നുകയും ഇവർക്ക് പിരിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഈ ഒരു സമയത്തിലൂടെയൊക്കെ പോകുന്ന സമയത്തൊക്കെ പോലും പ്രശാന്തുമായിട്ട് ഈ ഒരു സന്ധ്യ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ബന്ധം നിലനിർത്തി തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്, ഒരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി. എന്തായാലും ഈ ഒരു അനിയനുണ്ടെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ വരും, ഒരുമിച്ച് താമസിക്കും. ഇതിങ്ങനെ വർഷങ്ങളായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു പ്രശാന്ത് സഡൻ സർപ്രൈസായിട്ട് എന്ത് ചെയ്യുന്ന നാട്ടിലേക്ക് വരുന്നത്. ഈ ഒരു സന്ധ്യ ഇത് കണ്ടത് ഭയങ്കരമായിട്ട് ഷോക്കായി. പക്ഷെ എന്നാൽ പോലും ആ ഒരു സമയത്ത് അനിലില്ലല്ലോ, അതൊരു ആശ്വാസമായിരുന്നു. ഈ ഒരു പ്രശാന്തുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ പോലും ആലോചിച്ചത് എങ്ങനെയെങ്കിലും ഈ ഒരു അനിലിനെ വിളിച്ച് കാര്യങ്ങൾ പറയണമെന്നുള്ളതായിരുന്നു. അങ്ങനെ വിളിച്ച് സംസാരിക്കുന്നു. ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ രണ്ടുപേരും പ്ലാൻ ഇടുന്നു, ഈ പ്രശാന്തിൻ്റെ ജീവൻ എടുക്കാമെന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി അനിൽ പ്ലാൻ ഇടുന്നു. ആ ഒരു പ്ലാനിലാണ് ഈ ഒരു വെങ്കട് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ കൊണ്ടുവരുന്നത്. ഈ ഒരു വെങ്കട് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശാന്തിൻ്റെ കൂടി ഫ്രണ്ടാണ്, അതുപോലെ അനിലിൻ്റെ ഫ്രണ്ടാണ്, കോമൺ ഫ്രണ്ടാണ്. ഈ ഒരു വെങ്കടിനെ വിളിച്ച കാര്യങ്ങൾ പറയുന്നു, നീ ഇതേ കണക്കൊക്കെ ചെയ്തു തരണം എന്നുള്ള രീതിയിൽ. ഇതിന് പകരമായിട്ട് വെങ്കട് പറയുന്നത് എനിക്കിത്ര പൈസ വേണം എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് ഇവരെല്ലാവരും പ്ലാനിട്ട രീതിയിലാണ് ഈ ഒരു വെങ്കട് പ്രശാന്തിനെ വിളിച്ചതിന് ശേഷം ഇങ്ങനെ മദ്യമൊക്കെ ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചതിന് ശേഷം ഈ ഒരു വെങ്കട് വീട്ടിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. വന്നതിന് ശേഷം ഇവരെല്ലാം പ്ലാൻ ചെയ്തത് എങ്ങനെയെങ്കിലും ടെറസിൽ കൊണ്ടുപോയി അവിടുന്ന് കുടിപ്പിച്ചിട്ട് തള്ളിയിടണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് പ്രശാന്ത് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഭാര്യയ്ക്ക് ഇഷ്ടമാവില്ല, നമുക്ക് മേളിൽ പോയി ഇതേ കണക്ക് കുടിക്കാം എന്നുള്ള രീതിയിൽ. അതേ കണക്ക് അവർ മേളിൽ പോയി കുടിക്കുന്നുണ്ടായിരുന്നു. കുടിച്ചതിന് ശേഷം ഇതേ കണക്ക് അവർ എണീറ്റ് നിൽക്കുകയൊക്കെ അതേ കണക്ക് പ്ലാൻ ചെയ്ത കണക്ക് നിർത്തുന്നു. അതിനുശേഷം ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ലെക്കില്ലാതെ നിന്ന സമയത്ത് ഈ ഒരു
പ്രശാന്തിനെ ഉണ്ടെങ്കിൽ വെങ്കട് താഴേക്ക് തള്ളിയിടുമായിരുന്നു. ഈ ഒരു പ്രശാന്ത് താഴെ വന്ന് വീണ ഒരു സൗണ്ട് ഈ ഒരു സന്ധ്യ കേൾക്കുക. ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം കുറച്ച് നേരം വൈകിയതിന് ശേഷമാണ് ഈ ഒരു സന്ധ്യ ഇറങ്ങി വരുന്നത് വീട്ടിൽ നിന്ന്. എന്നിട്ട് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നു. അതിന് ശേഷമാണ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പ്രശാന്ത് രക്ഷപ്പെടത്തില്ല എന്നുള്ള രീതിയിലാണ് ഇവരെല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് ഓപ്പോസിറ്റാണ് നടന്നത്. പ്രശാന്ത് ഉണ്ടെങ്കിൽ തിരിച്ചു വരും എന്നുള്ള രീതിയിൽ ഡോക്ടേഴ്സ് ഉറപ്പ് വന്നു. ഇത് ഭയങ്കരമായിട്ട് ഇവർക്ക് ടെൻഷനാക്കി. കാരണം ഇനി പ്രശാന്ത് സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വെങ്കടിൻ്റെ കാര്യം പറയാം. വെങ്കടിനെ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരെയും പ്ലാൻ പൊളിയും എന്നുള്ളത് മനസ്സിലാക്കി ഉടനെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിൽ പ്ലാൻ ഇടുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സന്ധ്യ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നതിന് ശേഷം ഈ ഒരു IV ഒക്കെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടല്ലോ, അവിടെ വെച്ച് പ്ലാൻ ചെയ്യാം. സംസാരിക്കാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പ്രശാന്തിനെ ഇല്ലാതാക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ശരീരത്തിലേക്ക് ഈ ഒരു പ്രശാന്തിൻ്റെ ശരീരത്തിൽ എന്തോ കെമിക്കൽ പോയിട്ടുണ്ടായിരുന്ന ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കെമിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന ഹാർബിക്കാണ്. ഒരു ഹാർബിക്കാണ് ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം രാത്രിയിൽ ഇതേ കണക്ക് പ്രശാന്തിൻ്റെ വായിൽ നിന്നും പതയും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇത് മനസ്സിലായതും ഈ ഒരു സന്ധ്യ ഉണ്ടെങ്കിൽ പ്രശാന്തിനെ കട്ടിൽ നിന്നും താഴേക്ക് തള്ളിയിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര താഴെ കിടന്ന് വിറയ്ക്കുകയും വായിൽ നിന്ന് പതയൊക്കെ വന്നിട്ടുണ്ട്. കുറേ നേരം ഉണ്ടെങ്കിൽ സന്ധ്യ ഈ ഒരു പ്രശാന്ത് ഇങ്ങനെ ജീവൻ പോകുന്നത് കണ്ടുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് സന്ധ്യ ഉണ്ടെങ്കിൽ നാട്ടുകാരെയൊക്കെ വിളിച്ച് എല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം നാട്ടുകാരെ വിളിച്ചതിന് ശേഷം നാട്ടുകാരിത് ഈ ഒരു പ്രശാന്തിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചതിന് ശേഷം ഇവർ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഇനി ഈ ഒരു പ്രശാന്ത് ഇല്ല എന്നുള്ള രീതിയിൽ. ഇവർ വിചാരിച്ച എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടന്നു, ഇനി ഞങ്ങളെ പിടിക്കപ്പെടുത്തൊന്നുമില്ല, പോസ്റ്റ്മോർട്ടം ഒന്നും നടത്തത്തില്ല എന്നുള്ള രീതിയിൽ വിചാരിച്ചു. പക്ഷേ ഈ ഒരു അമ്മയ്ക്ക്, പ്രശാന്തിൻ്റെ അമ്മയ്ക്ക് ഇതിൽ ഡൗട്ട് തോന്നി. പ്രശാന്തിൻ്റെ അമ്മ ഉണ്ടെങ്കിൽ ഇതിന് മുമ്പോട്ട് വന്നുകയും എൻ്റെ മോൻ്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നുള്ളത് തീരുമാനമെടുത്ത ഒറ്റൊരു കാരണം കൊണ്ടാണ് ഇവരുടെ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ ഒരു കഥ കേട്ട സമയത്ത്, കഥയെന്നല്ല ഇത് റിയലായിട്ട് നടന്ന സംഭവം, ഇത് കേട്ട സമയത്ത് തോന്നിയ ഒരു കാര്യം, നിങ്ങൾക്ക് മറ്റൊരാളെ ഇഷ്ടപ്പെടാം, ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ എന്ന് പറഞ്ഞ് മറ്റൊരാളെ ജീവൻ എടുക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് മറ്റൊരാളുടെ കൂടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ പോയി ജീവിക്കൂ. മറ്റൊരാൾക്ക്, ആ ഒരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് അത് ഭയങ്കര വിഷമം വരുത്താം എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അയാളുടെ ജീവൻ എടുക്കുന്നതിന് പകരം ഇതേ കണക്ക് നിങ്ങൾ ഒരുമിച്ച് പോയി ജീവിച്ചാൽ ഓക്കെ. അതിന് പകരം ആ ഒരു വ്യക്തിയുടെ ജീവിതവും നശിപ്പിച്ച് ഇപ്പം നിങ്ങളുടെ ജീവിതവും നശിപ്പിച്ച് ആർക്ക് എന്ത് ലാഭം കിട്ടി? ആർക്കും ഒരു ലാഭവും ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. 2 പേർക്കും ജീവിതം നഷ്ടമായതേ ഉള്ളൂ. എന്തായാലും ആ ഒരു അമ്മയ്ക്ക് ആ ഒരു മോനെ നഷ്ടപ്പെട്ടു, ഈ ഒരു സന്ധ്യയുടെ ജീവിതവും നഷ്ടപ്പെട്ടു, ആ ഒരു പ്രശാന്ത് ഇനി ഒരു ലോകത്തുമില്ല. എന്തായാലും ഈ ഒരു റിയലായിട്ട് നടന്ന സംഭവം കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനും എനിക്ക് ആഗ്രഹമുണ്ട്.